ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോസ്റ്റ് ഷീറ്റിലെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാന്നും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പം എന്താണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റായി മാറുന്നതെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, നോക്കാം. When a cost sheet include information about sales, profit, stock. ഇത് കോസ്റ്റ് ഷീറ്റ് തന്നെയാണ്. അത് പക്ഷേ കോസ്റ്റ് ഷീറ്റിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ സെയിൽസ്, പ്രോഫിറ്റ്, സ്റ്റോക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കോസ്റ്റ് ഷീറ്റിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റ് ഷീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ കോസ്റ്റ് ഷീറ്റ് മിയർലി റെക്കോർഡ് ദ കോസ്റ്റ് കോമ്പണൻസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ് whereas പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് സെയിൽസ്, സ്റ്റോക്സ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. കോസ്റ്റ് ഷീറ്റ് കോസ്റ്റ് കോമ്പണൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, സെയിൽസ്, കോസ്റ്റ്, സ്റ്റോക്ക്, ദെൻ പ്രോഫിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിനെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് അക്കൗണ്ട്. ഈ ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം, പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ടുള്ള പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് എന്ത്, ഈ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, ടി ഷേപ്പിലാണ്. ടി ഷേപ്പ് എന്താ അറിയാലോ, നമുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. അതാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത്, ഈ ഒരു പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് എന്തിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എന്താണ് പഠിക്കുന്നത്, ഈ ഒരു കോസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബ്ലം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോബ്ലം കാണിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പ്രോബ്ലം തന്നെയാണിത്. അപ്പോൾ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ജസ്റ്റ് കേരള കെമിക്കൽ കമ്പനി സപ്ലൈ യു ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫ്രം ഇറ്റ്സ് കോസ്റ്റ് റെക്കോർഡ്. ഇവിടെ നമുക്ക് കേരള കെമിക്കൽ സപ്ലൈ കമ്പനിയുടെ കുറേ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. 1 സെപ്റ്റംബർ 2021 ആണ് എമൗണ്ട് തന്നിട്ടുണ്ട്. ദെൻ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തന്നെ 13th സെപ്റ്റംബർ 2021 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്കെന്ന് മനസ്സിലായല്ലോ. ഡേറ്റ് തന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഡയറക്റ്റ് വേജ്, ഇൻഡയറക്റ്റ് വേജ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ വർക്കിംഗ് പ്രോഗ്രസ് തന്നിട്ടുണ്ട് 1 സെപ്റ്റംബർ 2021. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഓപ്പണിംഗ് ആണെന്ന് പറയാം. ദെൻ വർക്കിംഗ് പ്രോഗ്രസ് ഓൺ 13th സെപ്റ്റംബർ 2021 തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ക്ലോസിംഗ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ഫാക്ടറി റെൻറ്റ്, റേറ്റ്സ് ആൻഡ് പവർ തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, കുറേ ഓവർ ഹെഡ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഏതൊക്കെ അണ്ടറിലാണ് വരിക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത സംഭവങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ദെൻ ക്യാരേജ് ഔട്ട്വേർഡ് തന്നിട്ടുണ്ട്, അഡ്വർടൈസിങ് തന്നിട്ടുണ്ട്, ഓഫീസ് റെൻ്റ് ആൻഡ് ടാക്സ് തന്നിട്ടുണ്ട്, സാലറീസ്, ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻസ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 1 സെപ്റ്റംബർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പണിംഗ് ആണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ മനസ്സിലാവണമുണ്ടല്ലോ അല്ലേ. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് തന്നെ 13th സെപ്റ്റംബർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലോസിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇതിൽ എന്താണ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത്. പിന്നെ നമുക്ക് അവസാനമുള്ളത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് സെയിൽസ് വരുന്നുണ്ട്, സ്റ്റോക്ക് വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്, എല്ലാം വന്നാൽ നമുക്കിതിനെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഗീവ് ദ മാക്സിമം പോസിബിൾ ബ്രേക്കപ്പ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാമെന്ന്, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ മന്ത് എൻഡിങ് 13th സെപ്റ്റംബർ 2021. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടില്ല ഇല്ലേ, പക്ഷേ നമുക്ക് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്, അത് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അത് ഓപ്പണിംഗ് ആണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്, എത്രയാണെന്നുള്ളത് എഴുതുക. ദെൻ അതിനോടുകൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ആ വർഷം പർച്ചേസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽ എന്ത് ചെയ്യുക,
ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടോ, അതും എന്ത് ചെയ്യുക, അതിനോടുകൂടി ആഡ് ചെയ്യണം. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ സ്റ്റോക്ക് റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അതേപോലെ അതിനോട് കൂടി എന്ത് ചെയ്തു, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ചെയ്തു. ദെൻ എക്സ്പെൻസസ് ഓൺ പർച്ചേസും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി നമ്മൾ അതിനോടുകൂടി എന്ത് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ അത് ക്ലോസിംഗ് ആയിട്ടുള്ള അത് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പം നമ്മൾ ആ പർച്ചേസും എക്സ്പെൻസസും ആഡ് ചെയ്തു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ കൂടെ ആഡ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മളിവിടെ ലെസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഇതിൻ്റെ അർത്ഥം ഡയറക്റ്റ് മെറ്റീരിയൽ എന്നാണ്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു വഴി യൂസ് ചെയ്ത് നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിച്ചു. എത്ര കിട്ടി, 51,000. ഓക്കെ, 51,000 ആണ് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ലേബർ തന്നിട്ടില്ല, പക്ഷേ ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡയറക്റ്റ് വേജ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് മെറ്റീരിയലിനോട് കൂടി ഡയറക്റ്റ് വേജ് ആഡ് ചെയ്യുന്നു. ഡയറക്റ്റ് വേജ് എന്താണ്, 52,500 ആണ് ഡയറക്റ്റ് വേജ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഫോമാറ്റ് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പ്രൈം കോസ്റ്റ് ആണ് എത്ര, 1,03,500 വന്നത് പ്രൈം കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്, പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഐറ്റംസ് ഏതൊക്കെയാണ്, ഇൻഡയറക്റ്റ് വേജ്, ഫാക്ടറി ഓവർഹെഡ് ആണ്, അത് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദെൻ ഫാക്ടറി റെന്റ് ആൻഡ് റേറ്റ്സ് ആൻഡ് പവർ, ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസസിനെയും നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എന്നാണ് പറയുക. അപ്പോൾ ഇൻഡയറക്റ്റ് വേജ്, ഫാക്ടറി റെന്റ്, റേറ്റ്സ് ആൻഡ് പവർ, ദെൻ ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൽ തന്നിട്ടുള്ള എക്സ്പെൻസസ്. അപ്പോൾ ഇതൊക്കെ ഫാക്ടറി ഓവർഹെഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് ഓരോന്നിൻ്റെ എമൗണ്ട് എഴുതുക. ദെൻ ടോട്ടൽ എവിടെ എഴുതുക, 21,250. ഓക്കെ, ഇനി ഇവിടെയാണ് നമ്മൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. ഓക്കെ, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ദെൻ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്, 28,000 ആണ്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,52,750 കിട്ടും. ദെൻ അതിന്ന് എന്ത് ചെയ്യണം, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് തന്നത്, 35,000 ആണ്. അത് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഓക്കെ, വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്, അതാണ് 1,17,750 തന്നത്. ഓക്കെ, ഈ ഒരു വർക്ക് കോസ്റ്റിനോട് കൂടിയിട്ട് നമുക്ക് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓഫീസ് റെൻ്റ് ആൻഡ് ടാക്സ് മാത്രമേ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആയിട്ട് തന്നിട്ടുള്ളൂ. അപ്പം ഓഫീസ് റെൻ്റ് ആൻഡ് ടാക്സ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, 2,500 ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണ്, 1,20,250 ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. ദെൻ അതിൻ്റെ കൂടെയാണ് നമ്മൾ സ്റ്റോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ മുകളിലാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് തന്നിട്ടുള്ളത്, 54,000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1,74,250 ആണ് കിട്ടുക. ദെൻ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം, അതായത് ലെസ് ചെയ്യണം.
അത് എത്ര വന്നു 31,000. അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അത് എത്രയാണ്? 1,43,250 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടുക നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ക്യാരേജ് ഔട്ട്വേർഡും അഡ്വർടൈസിങ്ങും ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷനും. അതായത് സെല്ലിങ്ങും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസസും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിലാണ് വരിക. അപ്പോൾ ക്യാരേജ് ഔട്ട്വേർഡ് തന്നിട്ടുള്ളത് 2,500, അഡ്വർടൈസിങ്ങിൻ്റെത് 3,500, ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻ 6,500. അപ്പോൾ മൊത്തം എത്ര കിട്ടി? 12,500. അത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. അത് 1,55,750. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണ്? സെയിലാണ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 44,250 ആണ് നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. അത് കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് വാല്യൂ കിട്ടും. എത്രയാണ്? 2 lakh ആണ് സെയിൽസ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇത് നമ്മൾ ശരിക്കും നമ്മൾ കോസ്റ്റ് ഷീറ്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നു എന്നുള്ളൂ. ഇവിടെ നമ്മൾ റോ മെറ്റീരിയലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു, ഇവിടെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു, ദെൻ ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു. ബാക്കിയെല്ലാം നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ അതേ ഫോർമാറ്റിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ഒന്നുകൂടി ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യുക? ഒന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.